ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന്. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി സഖ്യം സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശന വേളയിൽ സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE-യിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. UAE-യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. हॉर्मूज को फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है. പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു. These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ
തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ VD സതീശൻ ഗവർണറെ സന്ദർശിച്ച് MLA-മാരുടെ പിന്തുണക്കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ G. കാർത്തികേയന്റെ വസതിയിലും VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന് പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പൂളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. फ्यूज जो होता है वह किसी भी गोला बारूद का सबसे यह इम्पोर्टेंट हिस्सा होता है. चाहे आर्टिलरी शेल हो, बम हो या कोई भी युद्ध सामग्री हो, बिना भरोसेमंद इलेक्ट्रिक फ्यूज के सब बेकार है. यहाँ बनने वाले अत्याधुनिक फ्यूज हमारी सेनाओं को ताकत देंगे और यह प्रोजेक्ट हमारी एमिनिशन मैन्युफैक्चरिंग में सेल्फ रिलायंस आत्मनिर्भरता का एक नया चैप्टर जोड़ेगा. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി.
നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന്. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.